മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സെറീന ടീച്ചറാണ്. ബയോളജി സബ്ജക്റ്റിലെ ബോട്ടണി ഭാഗം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എന്തായാലും ഈ കൊറോണക്കാലം ഇങ്ങനെ നീണ്ടു പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റിയാണ് +1 ക്ലാസ്സുകൾ എപ്പോഴാണ് തുറക്കുക എന്നുള്ളതിനെക്കുറിച്ച്. എന്തായാലും നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റാത്തതിലുള്ള അതിയായ വിഷമം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇത് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഗ്രൂപ്പിൽ ഇത് അറിയിക്കുകയും ചെയ്യാം. നമുക്ക് ബയോസയൻസ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഉള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ്. പിന്നെ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് പ്ലസ് സെക്കൻഡ് ലാംഗ്വേജ്. ബയോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബോട്ടണിയും സുവോളജിയുമാണ്. സുവോളജി ഓൾറെഡി ക്ലാസ് തുടങ്ങിക്കാണും. ബോട്ടണി ഞാനാണ് എടുക്കുന്നത്. പേര് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സെറീന എന്നാണ്. ബോട്ടണിയിൽ നമ്മൾ പറയുന്നത്, നമുക്കെല്ലാം ചെറിയ ക്ലാസ്സിൽ അറിയുന്നത് പോലെ ബയോളജി എന്ന് പറയുന്നത് 2 ഭാഗങ്ങളാണല്ലോ. ജീവനുള്ളവയെക്കുറിച്ചുള്ള പഠനമാണ്. ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. അതാണ് ബയോളജി എന്ന് പറഞ്ഞാൽ. ഏറ്റവും ചുരുക്കി ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ബയോളജി എന്ന് വെച്ചാൽ ജീവശാസ്ത്രം, ജീവനുള്ളവയെക്കുറിച്ച് പഠിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മരങ്ങൾക്കും അതല്ലെങ്കിൽ ചെടികൾക്കും ജന്തുക്കൾക്കും ജീവനുണ്ടെന്ന്, അല്ലേ? അപ്പോൾ അതിൽ ചെടികളെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെടികളെക്കുറിച്ച് പറയുമ്പം ജസ്റ്റ് ഇങ്ങനെ ഓടി വന്ന് ചെടികളെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടാവണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും നല്ല നോട്ട്ബുക്ക്. അതിൻ്റെ ബേസിലാണ് നമ്മൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ പരീക്ഷയെക്കുറിച്ച് ഇപ്പം തന്നെ ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവണ്ട, കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ തുടക്കം എന്ന രീതിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആ ചാപ്റ്ററിലേക്കാണ് നമ്മൾക്ക് പോകാനുള്ളത്. നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട്. പണ്ട് കാലത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന രീതിക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലി 2 കിങ്ഡംസ്, പ്ലാന്റ് കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം എന്ന രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞപ്പം വേറെ കുറേ ക്ലാസിഫിക്കേഷൻസ് വന്നു. പ്ലാന്റ്സിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നുള്ള രീതിക്കുള്ള ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആനിമൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ റെഡ് ബ്ലഡ് ആനിമൽസ്, പിന്നെ റെഡ് ബ്ലഡ് അല്ലാത്ത വൈറ്റ് ബ്ലഡ്, അതിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഏത് ക്ലാസിഫിക്കേഷൻസ് വന്നാലും അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഏത് ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് കുറേ മെറിറ്റ്സും ഉണ്ടാവും, കുറേ ഡിമെറിറ്റ്സും ഉണ്ടാവും, അല്ലേ? എല്ലാ കാര്യത്തിനും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അതുപോലെ ഈ ക്ലാസിഫിക്കേഷൻസിന് കുറേ നെഗറ്റീവ്സ് അതല്ലെങ്കിൽ ഡ്രോബാക്സ് ചിലർ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് വീണ്ടും കുറേ ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം RH വിറ്റേക്കർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അദ്ദേഹം അത് കൊണ്ടുവരാൻ കുറേ കാര്യങ്ങളുടെ ബേസിലാണ് കേട്ടോ ചെയ്തത്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ ശരി ഞാനൊരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷനായിട്ട് കൊണ്ടുവരാമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതൊന്നുമല്ല. അതിന് കുറേ കാര്യങ്ങളുടെ ബേസിലാണ് ചെയ്തത്. എന്തൊക്കെയാണ് ബേസ് എന്നല്ലേ നിങ്ങളുടെ ബുക്കിലുണ്ട് കേട്ടോ. ഞാനത് ഒരു പ്രാവശ്യം വായിക്കും, അതല്ലെങ്കിൽ ഞാൻ പറയും ഇന്ന ഭാഗത്തുണ്ട് അതൊന്ന് മാർക്ക് ചെയ്തേക്കണേന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടാവണം എന്ന് പറഞ്ഞത്. അത് മസ്റ്റാണേ. ഓക്കെ, RH വിറ്റേക്കർ ഈ ഒരു ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പ്രധാനമായിട്ടും ബേസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതായത് സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അങ്ങനെ 5 കാര്യങ്ങളുടെ ബേസിലാണ് അദ്ദേഹം ഈ 5 കിങ്ഡംസ് അതല്ലെങ്കിൽ 5 കിങ്ഡംസ് ഉണ്ടാക്കിയെടുത്തത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ചിലതൊക്കെ ചിലർക്ക് പുതിയതായിരിക്കും.
അല്ലേ? ഫോർ എക്സാമ്പിൾ സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ബേസിൽ. പിന്നെ വേറെ ഒന്ന് പറഞ്ഞത് താലസ് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് താലസ്? എനി ഐഡിയ? ആരെങ്കിലും കേട്ടിട്ടുള്ളവരുണ്ടോ താലസ് എന്നുള്ള വേർഡ്? താലസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ പ്ലാൻ ബോഡി. അതല്ലെങ്കിൽ ദ ബോഡി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗാനിസം ഇസ് നോൺ ആസ് താലസ്. ആ ഒരു ജീവിയുടെ അതല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ബോഡിയെ ജനറലായിട്ട് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് താലസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ അതിൽ പറഞ്ഞ കാര്യം മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവർ ഫുഡ് അകത്താക്കുന്നതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളതിൻ്റെ ബേസിൽ. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമുക്കറിയാം പല ടൈപ്പിലുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ അതൊരു ബേസായിട്ട് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. എന്താണ് ഈ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്? ഇത് ഇവല്യൂഷണറി റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ പരിണാമ സിദ്ധാന്തം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മളൊക്കെ കുരങ്ങന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണെന്നൊക്കെ അല്ലേ? അപ്പോൾ അതൊക്കെയാണ് ഇവല്യൂഷണറിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ജനറേഷൻസ് മുമ്പ് ചില ഓർഗാനിസംസ് തമ്മിൽ ഒരേ ആൻസസ്റ്റേഴ്സ് മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെയൊക്കെ ബേസിലാണ് അദ്ദേഹം ഈ പറഞ്ഞ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ഒന്ന് നിവർത്താം. ടേക്ക് പേജ് നമ്പർ 16. അതിൽ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് കാണാം. അതിൻ്റെ തുടക്കം മുതലൊന്ന് വായിക്കുക. ഞാനതൊന്ന് ഓടിച്ച് വായിച്ച് പോവുകയാണേ. അപ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്തേക്കണം. ഓക്കെ. Chapter 2 Biological Classification. Since the dawn of civilization, there have been many attempts to classify living organisms. It was done instinctively, not using criteria that was scientific but born out of a need to use organisms for our own use, for food, shelter and clothing. പണ്ട് കാലത്തുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ഭക്ഷണം തരുന്ന ജീവജാലങ്ങൾ, നമുക്ക് എന്താ പറയുക, ഷെൽട്ടറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിസംസ് എന്നൊക്കെയുള്ള ബേസിലായിരുന്നു പണ്ട് കാലത്തുള്ള ആദിമനുഷ്യന്മാർ ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അങ്ങനെയായിരുന്നു. ദെൻ കംസ് അരിസ്റ്റോട്ടിൽ. Aristotle was the earliest to attempt a more scientific basis for classification. He used simple morphological characters to classify plants into trees, shrubs, and herbs. He also divided animals into 2 groups, those which had red blood and those that did not. അപ്പോൾ ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് അണ്ടർലൈൻ അരിസ്റ്റോട്ടിലായിരുന്നു ഇങ്ങനെ കൊണ്ടുവന്നത്. അതിൻ്റെ ബേസ് എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാനത് വായിച്ചു. In Linnaeus' time, a 2-kingdom system of classification with Plantae and Animalia. Please underline that sentence. 2-kingdom classification വന്നത് ലിനേയസിൻ്റെ കാലത്താണ് കേട്ടോ. Was developed that included all plants and animals respectively. This system was used till very recently. This system അപ്പോൾ ഇത് കുറേ നാൾ വരെ നിലനിന്നിരുന്നു ഈ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷൻ 2 കിങ്ഡം, ആനിമൽ, പ്ലാന്റ് എന്നും പറഞ്ഞിട്ട്. പക്ഷേ അതിന് ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്നാണ് പറയുന്നത്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് സെൻറ്റൻസ്. ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്ടിനും യൂകാരിയോട്ടിനും വലിയ മാറ്റമൊന്നും അല്ലെങ്കിൽ ഒരു വ്യത്യാസമൊന്നും കൽപ്പിച്ചിരുന്നില്ല ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതാണ് ഒരു ഡ്രോബാക്ക്. മാത്രം യൂണിസെല്ലുലർ ആൻഡ് മൾട്ടിസെല്ലുലർ ഓർഗാനിസം അതിനും പ്രത്യേകം ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതും അണ്ടർലൈൻ ചെയ്യൂ, കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഫോട്ടോസിന്തറ്റിക് ഗ്രീൻ ആൽഗെ ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഫഞ്ചൈ ഓർഗാനിസം, ഇതിനെയൊന്നും ഒരു ഡിഫറൻസിയേഷനും 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൽപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഡ്രോബാക്ക്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. Classification of organisms into plants and animals was easily done and was easy to understand. But a large number of organisms did not fall
into either category. Hence, the two kingdom classification used for a long time was found inadequate. A need was also felt for inducing, besides gross morphology, other characteristics like cell structure, nature of wall, mode of nutrition, habitat, methods of reproduction, evolutionary relationship, etc. Classification systems for the living organisms have hence undergone several changes over time. Though plant and animal kingdoms have been a constant under all different systems, the understanding of what groups or organisms be included under these kingdoms have been changing. The number and nature of other kingdoms have also been understood differently by different scientists over time. കാലം ചെല്ലുന്തോറും ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു ലെവൽ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് R.H. വിറ്റേക്കറിൻ്റെ കാലത്തേക്ക് എത്തുന്നത്. R.H. Whittaker in the year 1969 proposed a five-kingdom classification. The kingdoms defined by him were Kingdom Monera, Protista, Fungi, Plantae and Animalia. These are the five kingdoms. Please underline. And underline the name R.H. Whittaker. The main criteria for classification used by him. Please underline. Cell structure, thallus organization, mode of nutrition, reproduction and phylogenetic relationship. There's a table in page number 17. Please go through that. Table 2.1 gives a comparative account of different characteristics of the five kingdoms. Let us look at this five kingdom classification to understand the issue and considerations that influence the classification system. Earlier, classification system included bacteria, blue-green algae, fungi, mosses, ferns, gymnosperms and angiosperms under plants. കാരണം പണ്ട് ടു കിങ്ഡംസേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസിഫിക്കേഷനിൽ, പ്ലാന്റേ ആൻഡ് ആനിമാലിയ അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഫംഗസ് ആവട്ടെ അല്ലെങ്കിൽ ബാക്ടീരിയ ആവട്ടെ ഇതിനെല്ലാം കൂടി ചേർത്ത് ദേ കൊണ്ടിട്ടു എവിടെ, പ്ലാന്റ് കിങ്ഡത്തിൽ അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ അതിനൊക്കെ വേറെ വേറെ ഒരു ഒരു വില നിലയും കൊടുത്തു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഉണ്ടായത്. The character that unified this whole kingdom was that all the organisms included had that unified with this whole kingdom was that all organisms included had a cell wall in their cells. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ പ്ലാൻ കിങ്ഡത്തിൽ കൊണ്ടിട്ടെന്നറിയോ? ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ അത്? അതിന് സെൽ വോൾ ഉണ്ടായിരുന്നു. അപ്പോൾ സെൽ വോൾ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. This placed together groups which widely differed in other characteristics. It brought together the prokaryotic bacteria and the blue-green algae with other groups which were eukaryotic. Prokaryote, eukaryote എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, നമ്മുടെ സൈറ്റോളജി എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് വരുന്നുണ്ട്, അതിനകത്ത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയും. പോരെ. It also grouped together the unicellular organisms and the multicellular ones. Say for example, Chlamydomonas and Spirogyra, underline, were placed together under algae. The classification did not differentiate between the heterotrophic group fungi and the autotrophic green plants, though അതായത് ഫഞ്ചൈനെയും പിന്നെ ഗ്രീൻ പ്ലാന്റ്സിനെയും ഒന്നും വേർതിരിവില്ലാണ്ട് ഒക്കെ കൂടി ഇതിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പ്ലാന്റ് എന്ന് പറഞ്ഞ കിങ്ഡത്തിലാണ് കൊടുത്തിരുന്നത്. അതിനൊക്കെ ഇപ്പോൾ ഒരു ഉത്തരമായി ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ 1969 വന്ന ക്ലാസിഫിക്കേഷൻ ഇപ്പോഴും നിലനിന്ന് പോകുന്നതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Though they also showed a characteristic difference in their walls composition. ഫഞ്ചയിലും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ അതിലൊക്കെ സെൽ വോൾ ഉണ്ടെങ്കിലും ദർ ഈസ് സം ഡിഫറൻസ്. എന്തിലാണ് ഡിഫറൻസ് പറഞ്ഞത്? ആ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട്. ദ ഫഞ്ചൈ ഹാഡ് കൈറ്റിൻ ഇൻ ദെയർ വാൾസ് വൈൽ ദ ഗ്രീൻ പ്ലാന്റ്സ് ഹാഡ് സെല്ലുലോസ്. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സിന് സെല്ലുലോസുമാണ് ഉള്ളത്. ഫഞ്ചയിലാണെങ്കിൽ കൈറ്റിൻ വാളാണ് ഉള്ളത്. When such characteristics were considered, the fungi were placed in a separate kingdom, Kingdom Fungi. All prokaryotic organisms were grouped together under Kingdom Monera, and the unicellular eukaryotic organisms were placed in Kingdom Protista. Kingdom Protista has brought together Chlamydomonas, Chlorella. Chlorella ഒക്കെ ആദ്യം ഉണ്ടായിരുന്നത് ആൽഗയിലായിരുന്നു. Earlier placed in algae within plants and both having cell walls. അതുകൊണ്ടാണ് അതിനെ ആൽഗയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. With Paramecium and Amoeba. അതിൻ്റെ കൂടെയൊക്കെയാണ് ഇട്ടിരുന്നത്. അമീബ, പാരമീസിയം അതിൻ്റെ കൂടെയൊക്കെയാണ് ആറിനിട്ടുണ്ടായിരുന്നത്. ക്ലോറല്ലേനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോറല്ല എന്ന് പറയുന്നത് ആൽഗയുടെ പേരാണ് കേട്ടോ.
put together, okay, ഞാനവിടെ വായിച്ചു നിർത്തി. It has put together organisms which in earlier classifications were placed in different kingdoms. This happened because the criteria for classification changed. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നത്? ഇവിടെ ക്ലാസിഫിക്കേഷനുള്ള ക്രൈറ്റീരിയ മാറി, നേരത്തെ പോലെയല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി, അതുകൊണ്ടാണ്. This kind of changes will take place in future too, depending on the improvement in our understanding of characteristics and evolutionary relationship. കാലം കഴിയും തോറും നമ്മളുടെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലുകളും കൂടി വരികയാണ്. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സെൽ വാള്, ഇവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതൊക്കെ അറിയാനുള്ള സൗകര്യങ്ങൾ കൂടി വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ ക്ലാസിഫിക്കേഷനും മാറിയേക്കാം എന്നാണ് പറയുന്നത്. Over time, an attempt has been made to evolve a classification system which reflects not only the morphological, physiological, and reproductive similarities, but is also phylogenetic, that is based on evolutionary relationships. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിക്ക് പറയാനുള്ളത്. ഇനി അതിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ആ പേജ് നമ്പർ 17 ടേബിൾ അതൊന്ന് നോക്കൂ. കണ്ടില്ലേ? പേജ് നമ്പർ 17 ആ ടേബിളിൽ സെൽ ടൈപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ നിങ്ങൾ മറക്കരുത് കേട്ടോ. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ. ഓക്കെ, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമാലിയ, ഈ 5 ആ ഓർഡറിൽ അങ്ങ് നേരെ എഴുതുക. ഇനി ആ ക്യാരക്ടേഴ്സ് താഴേക്കുള്ളതിൻ്റെ ഓർഡറും ഒന്ന് പഠിക്കുക. സെൽ ടൈപ്പ്, സെൽ വാൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. നേരെയും 5, താഴെയും 5. ഇത് കറക്റ്റായിട്ട് പഠിച്ചാൽ ആ ടേബിൾ ഫില്ല് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും, നിങ്ങൾക്ക് ഓർക്കാനും കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. ഇനി ആ ടേബിളിലൂടെ ഒന്ന് കടന്നു പോവാം. സെൽ ടൈപ്പ് നോക്കൂ. മൊനീറ മാത്രം പ്രോകാരിയോട്ടാണ്, ബാക്കിയെല്ലാം യൂകാരിയോട്ടാണ്. സെൽ വോൾ നോക്കൂ. മൊനീറ നോൺ സെല്ലുലോസിക് ആണ്, ബാക്കി പ്രോട്ടിസ്റ്റ് എത്തുമ്പോൾ ചില മെമ്പേഴ്സിൽ സെൽ വോൾ ഉണ്ട്, ഫഞ്ചൈ എത്തുമ്പോൾ എല്ലാത്തിലും ഉണ്ട്, പ്ലാന്റ് എത്തുമ്പോൾ എല്ലാത്തിലും ഉണ്ട്. ആനിമൽസിൻ്റെ സെൽ വോൾ ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഓർമ്മിക്കുക. ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കൂ. ന്യൂക്ലിയർ മെംബ്രെയിൻ മൊനീറയിൽ ഇല്ല, ബാക്കി എല്ലാത്തിലും പ്രസൻ്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ നോക്കൂ. മൊനീറയും പ്രൊട്ടിസ്റ്റയും സെല്ലുലാർ ആണ്. പിന്നെ ഫഞ്ചയിലെത്തിയപ്പോൾ മൾട്ടി സെല്ലുലാർ ആണ്, ടിഷ്യൂ ഉണ്ട്, പക്ഷെ അതിങ്ങനെ ഒരു ലൂസ് ടിഷ്യൂ ആയിട്ടേ വരുന്നുള്ളൂ ഫഞ്ചയിൽ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂ കേട്ടോ ഇതൊക്കെ. പിന്നെ പ്ലാന്റ് എത്തുമ്പോഴോ ടിഷ്യൂ ആയി, ഓർഗനായി. പിന്നെ ആനിമൽസിലെത്തിയപ്പോഴോ ടിഷ്യൂ ആയി, ഓർഗനായി, ഓർഗൻ സിസ്റ്റമായി, അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ടിഷ്യൂ എന്താണെന്ന് നമുക്ക് അറിയാം. പിന്നെ ഓർഗൻ, നമ്മുടെ മൗത്ത് ഇസ് എൻ ഓർഗൻ, അല്ലേ? നമ്മുടെ സ്റ്റൊമക്ക് ഇസ് എൻ ഓർഗൻ. ആ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം, ദാറ്റ് ഇസ് എൻ ഓർഗൻ സിസ്റ്റം, അല്ലേ? അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ്. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. മൊനീറയിലാണെങ്കിൽ ഓട്ടോട്രോഫിക് ആണ്, പ്രൊട്ടിസ്റ്റയിലും ഓട്ടോട്രോഫിക് ആണ്, ഫഞ്ചയിലാകുമ്പോൾ ഹെറ്ററോട്രോഫിക് ആയി, പ്ലാന്റും ഓട്ടോട്രോഫിക് ആണ്. കാരണം സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓട്ടോട്രോഫിക്. ഞാൻ അറിയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ സ്പീഡിൽ പോകുന്നത്. പിന്നെ ഹെറ്ററോട്രോഫിക് എന്ന് പറയുന്നത് ഫുഡിന് വേണ്ടി വേറെ ഏതെങ്കിലും ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും നമ്മളുടെ ഈ പറഞ്ഞ 5 കിങ്ഡം, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമാലിയ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാനിതിവിടെ നിർത്തുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോ അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് യുവർ സെറീന ടീച്ചർ. ടേക്ക് കെയർ, ബൈ.